യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ മാസവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ആലോചിക്കുന്നത്. രണ്ടിലും യുദ്ധമുണ്ട്. പക്ഷേ യുദ്ധത്തോടൊപ്പം തന്നെ വളരെ പ്രധാനമായി മനുഷ്യത്വപരമായ നീതിയുള്ള എല്ലാത്തരം മാനവികമായ ധർമ്മത്തെയും കൃത്യമായി പരിപാലിച്ചു പോന്ന, അനിവാര്യമായി വന്നപ്പോൾ മാത്രം യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ യുദ്ധം ചെയ്ത ഒരു ഘട്ടത്തെയാണ് നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിലെ ഈ രണ്ടു ഘട്ടങ്ങളെയും കാണാനാവുക. ഞാൻ ഇങ്ങനെ തന്നെ ആമുഖം പറയാനുള്ള കാരണം, നിരന്തരമായി ഇസ്ലാമിനു നേരെ നടത്തുന്ന ഒരു വലിയ ആരോപണം, നമ്മുടെ നാട്ടിലും ചില ആളുകൾ, സത്യത്തിൽ നാവിന് ലൈസൻസ് ഇല്ല എന്ന് സാധാരണ പറയാറുള്ളത് പോലെ ചിലർ നിരന്തരമായി പരിശുദ്ധ ദീനിനെതിരായി അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പലതരത്തിൽ പല പേരുകളിൽ പറയപ്പെടുന്ന ജിഹാദുകൾ. അത് ലവ് ജിഹാദാകും, നാർക്കോട്ടിക് ജിഹാദാകും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ജിഹാദ് ഉണ്ടാകുമോ എന്ന് നമുക്ക് ആലോചിച്ചിട്ട് ഇന്നേ വരെ പിടികിട്ടിയിട്ടില്ല. കാരണം ഇസ്ലാം എത്രയോ മനോഹരമായിട്ടാണ് ഈ പദത്തെ തന്നെ കാണുന്നത്. ജിഹാദ് എന്ന് പറയുന്നത് തന്നെ കൂടുതൽ അത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധം എന്ന് മാത്രം പറയാവുന്ന ഒന്നുപോലുമല്ല. ചിലപ്പോൾ ഇങ്ങനെ കൂടിയാണ്. അഷ്റഫുൽ ഖൽഖൊരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധരായ അനുയായികളോട് പറയുന്നുണ്ട്, നാം ഒരു വലിയ ജിഹാദിന്, പോരാട്ടത്തിന് പോകേണ്ടതുണ്ടെന്ന്. അപ്പോൾ അവിടുത്തെ അനുയായികൾ തിരിച്ചു പറയുന്നുണ്ട്, നബിയെ, വലിയ ക്ഷീണത്തിലാണ്, ഞങ്ങൾക്കങ്ങനെ ഒരു പോരാട്ടം സാധ്യമാകുന്ന വിധത്തിലുള്ള ഒരവസ്ഥയിലല്ല ഉള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ സായുധ പോരാട്ടത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ അതല്ല, നിങ്ങൾ നിങ്ങളോട് ചെയ്യേണ്ട ചിലതുണ്ട്, നിങ്ങളോട് നടത്തേണ്ട പോരാട്ടമുണ്ട്. നിങ്ങളുടെ ഇച്ഛകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിഹാദുൻ അക്ബർ എന്ന് വിളിച്ചത്. വലിയ ജിഹാദ് അതാണ്. അവനവൻ്റെ ഇച്ഛയോട് ചെയ്യേണ്ട പോരാട്ടം. അവനവൻ്റെ ഇച്ഛയോട് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം പോരടിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ലവ് ജിഹാദ് എന്ന് പറയുന്നത് എങ്ങനെയെന്ന് പോലും അവൻ ആലോചിക്കാൻ കഴിയില്ല. അവനവൻ്റെ ഇച്ഛയോട് പോരടിക്കാൻ ഒരു സത്യവിശ്വാസി തയ്യാറായാൽ നാർക്കോട്ടിക് ജിഹാദ് എന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കാൻ പോലും അവന് സാധ്യമല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഔദ്യോഗികമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കേണ്ടതായിരിക്കെ അത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലത്തെ പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്ന് തന്നെ പോയിട്ടുള്ളൊരു പാർലമെൻറ്റ് മെമ്പർ കൃത്യമായി ചോദിച്ചതിന് അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി നൽകിയിട്ടുള്ള മറുപടിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആലോചിക്കുമ്പോൾ വെറുതെ കുറേ പുകമുറകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള വർത്തമാനങ്ങൾ ചിലർ പറയുന്നു എന്ന് വേണം കരുതാൻ. ഞാൻ ആ വിഷയത്തെ കൂടുതൽ കൊണ്ടുപോകാനല്ല, പക്ഷെ സാന്ദർഭികമായി ചിലത് പറഞ്ഞതാണ്. സാന്ദർഭികമായി പറയേണ്ടതുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഞാനങ്ങനെ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ലോകത്ത് ഇസ്ലാം ചെയ്തു വച്ചിട്ടുള്ളത് എന്താണെന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധ ദീൻ ചെയ്തു വച്ച കാര്യം യുദ്ധം പോലും മാനവികമാക്കി എങ്ങനെ രൂപീകരിക്കാം എന്ന് കൂടി പഠിപ്പിച്ചു. യുദ്ധം ആരും ചെയ്യണ്ടെന്നൊന്നും ലോകത്ത് ഏതെങ്കിലും ഒരു സംഹിത പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആ സംഹിതയെക്കുറിച്ച് ഒന്നും കൂടി പഠിക്കണം. ഇന്ത്യയിലെ ഹൈന്ദവ പുരാണങ്ങളാകട്ടെ, ഭഗവത്ഗീതയാകട്ടെ, യുദ്ധത്തെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഭഗവത്ഗീത തുടങ്ങുന്നത് പോലും യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്ന യുദ്ധമാണ്. അങ്ങനൊരു യുദ്ധം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യമാണെങ്കിൽ കൂടി യുദ്ധമാണ് അവിടുത്തെ പരാമർശിത വിഷയം. എന്തു ചെയ്യണം ഞാൻ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് അവിടെ യുദ്ധത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സാരഥി അർജുനൻ. ദുഷ്ടേമം സ്വജനം കൃഷ്ണ, ഈ വലിയ വലിയ യുദ്ധം ചെയ്യാൻ വേണ്ടി യുത്സും സമുപസ്ഥിതം, എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുന്ന ബന്ധുജനങ്ങളായ യുദ്ധം ചെയ്യാൻ യുദ്ധോത്സുകരായി വന്നു നിൽക്കുന്ന ഇവരെ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്? ഞാൻ ഇവരുടെ മുമ്പിൽ എങ്ങനെയാണ് അവരുടെ മസ്തകം പിളർക്കാൻ ആവശ്യമാകുന്ന വിധം അമ്പെയ്യേണ്ടത്? കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹൗ ഹരിസൂദന. ഈ പൂജാർഹരായ രണ്ട് മഹാരഥന്മാരുണ്ട് എൻ്റെ മുമ്പിൽ. ഒന്ന് ദ്രോണൻ, എൻ്റെ ആചാര്യനാണ്. ഭീഷ്മർ, എൻ്റെ പിതാമഹനാണ്. ഈ രണ്ടുപേരോടും യുദ്ധം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വില്ല് കുലക്കണോ? കഥം, എങ്ങനെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? അപ്പോഴാണ്
ഇങ്ങനെ ഒരു ഉപദേശം വരുന്നത് ക്ലൈബ്യം മാസ്മഗമപാർത്ത ന ഏതത്വയുപവദ്യതേ, ആ മനോവേഷമൊക്കെ മാറ്റിവെച്ച് യുദ്ധം ചെയ്യണം. ഇങ്ങനെ ഒരു ദൗർബല്യം നിനക്ക് പാടില്ലാത്തതാകുന്നു എന്ന് അർജുനനെ ഉപദേശിക്കുന്നുണ്ട് സാക്ഷാൽ കൃഷ്ണൻ. ഈ കൃഷ്ണോപദേശമാണ് ഭഗവത്ഗീത. ഞാനിത് പറയാൻ കാരണം യുദ്ധത്തെക്കുറിച്ച് ഒരു പരാമർശവും വന്നിട്ടില്ലാത്ത പോലെ ചിലർ പറയുമ്പോൾ അങ്ങനെയല്ലെന്ന് പറയാനാണ്. ഇനി അതിൻ്റെ മറ്റു തരത്തിലുള്ള മാനവിക തലങ്ങളും വിശദീകരണങ്ങളും ഒന്നും ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. വലിയ സമദർശനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത എന്ന് വായിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ ഒരു യുദ്ധമുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു യുദ്ധ പരാമർശമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായി എന്ന് മാത്രമല്ല, ഒരു പക്ഷേ അങ്ങനെയും അല്ലാത്ത രീതിയിൽ കുറച്ചുകൂടി ഭീകരമെന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലുള്ള യുദ്ധപരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാക്ഷാൽ ബൈബിളിൻ്റെ പഴയ നിയമപുസ്തകത്തിൻ്റെ സാമുവേൽ അധ്യായത്തിൻ്റെ 15:3 ഞാൻ ഇവിടെ നിന്ന് തന്നെ മറ്റു ചില വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതാണ്. അത് അതീവ ഭീകരമാണ്. അതാണ് കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സൈനിക സമൂഹത്തോടായി പറഞ്ഞു വച്ചത്, അവരോട് യുദ്ധം ചെയ്യാൻ പോകണം. നൗ ഗോ അറ്റാക്ക് ദ അമാലെക്കിറ്റ്സ് ആൻഡ് ടോട്ടലി ഡിസ്ട്രോയ് ഓൾ ദ ബിലോങ്ങിങ്സ് ടു ദം. ഡു നോട്ട് സ്പെയർ ദം. Put to death men and women, children and infants, cattle and sheep, camels and donkeys. ഇതങ്ങനെ തന്നെ പരാമർശിക്കുന്നുണ്ട്. ഈ പരാമർശങ്ങൾ കാണുന്നുണ്ട്. ഞാനത് പറയുന്നത് അതുകൊണ്ട് മാത്രം അതങ്ങനെ തള്ളപ്പെടേണ്ടതാണെന്നോ അല്ലെങ്കിൽ അത്ര മോശമാണെന്നോ പറയാനല്ല. പക്ഷെ അതേ വാദത്തെ ഇങ്ങോട്ട് തിരിച്ചു പറയുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഉദ്ധരണി കാണാനേ കഴിയില്ലെന്ന് വളരെ വ്യക്തമായ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ പറയാണ് ഞാൻ. പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. യുദ്ധത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ യുദ്ധപ്പടയാളികളായി വരുന്ന ബഹുദൈവാരാധകരോട് യുദ്ധം ചെയ്യുമ്പോൾ മാത്രം ഫഖ്തുലൂഹും എന്ന് ഖുർആൻ പറയുന്നത് അത് സാഹചര്യം എന്താണെന്ന് കൃത്യമായി തന്നെ അവിടെ അടയാളപ്പെടുത്തപ്പെടുകയും, എന്നാൽ അതേ സത്യനിഷേധികളും അതേ ബഹുദൈവാരാധകരും അങ്ങയുടെ മുമ്പിലെങ്ങാനും വന്ന് അഭയം തേടിയാൽ നബിയെ അദ്ദേഹത്തിന് അഭയം കൊടുക്കണേ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഖുർആൻ സൂറത്തു തൗറാത്തിൽ, സൂറത്തു തൗബയിൽ. അതേസമയം ഇവിടെ കാണുന്നത് എന്താണ്? ഞാനത് ഇങ്ങനെ തന്നെ വിശദീകരിക്കുന്നത് നിരന്തരമായിട്ടുള്ള മതരാഷ്ട്ര ഭീകരത, അതുപോലെ തന്നെ നിരന്തരമായി ഞാൻ പറയുന്നു ലോകത്ത് നടന്ന ചരിത്രത്തെ ഞാൻ അങ്ങനെ തന്നെ തമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാലത്ത് യൂറോപ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു മൂവ്മെൻ്റായിരുന്നു ആൻറ്റി സെമിറ്റിസം. എന്താ ഈ ആൻറ്റി സെമിറ്റിസം എന്ന് പറഞ്ഞാൽ ആൻറ്റി ജൂയിസമാണ്. ജൂതന്മാരെ കണ്ടാൽ പോലും കത്തിച്ചു ചാമ്പലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിദ്വേഷം ക്രൈസ്തവ മതസമൂഹങ്ങൾക്കിടയിൽ നിരന്തരം പടർത്താൻ അത്തരത്തിൽ ശക്തമായൊരു തീവ്ര ചിന്ത ഉണ്ടായിരുന്ന ഈ 19, 20, 21 നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൻ്റെ ബാക്കിയാണ് യഥാർത്ഥത്തിൽ ഹിറ്റ്ലർ ഉണ്ടാക്കിയെടുത്ത ഹോളോകാസ്റ്റും അതിനുശേഷമുണ്ടായ 2ാം ലോക മഹായുദ്ധവും അതിനുശേഷമുണ്ടായ അതീവ ഭീകരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള യുദ്ധങ്ങളും നമ്മൾ കാണുന്നത്. അതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആലോചിക്കണം. ഏതെങ്കിലും ഒരാളുടെ പേരിലോ അല്ലെങ്കിൽ നിറത്തിലോ മുസ്ലിം നിറമോ പേരോ വന്നു പോയാൽ അതോടെ ജിഹാദ് എന്ന് പറയാൻ ശ്രമിക്കുന്നവരോട് പറയാൻ, മറുത്ത് ഒരുപാട് ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളുണ്ട്. അമേരിക്കയിലേക്ക് പോലും ചെന്നിട്ട് ആ റെഡ് ഇന്ത്യൻസ് അഥവാ അവിടെയുള്ള കറുത്ത വർഗ്ഗക്കാരായ പാവപ്പെട്ട ഒരു കാലത്ത് ഇന്ത്യനാണെന്ന് സംശയിച്ചു പോയിട്ട് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കപ്പെട്ട ആ സഹോദരന്മാർ തന്നെ പറഞ്ഞത് പിന്നെ ഇങ്ങനെയാണ്: അവർ ഞങ്ങൾക്ക് പുസ്തകം തന്നു, ഞങ്ങളുടെ ഭൂമി തട്ടിയെടുത്തു. ഭൂമി മാത്രമായിരുന്നില്ല, പ്ലേഗ് രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുപോയ പുതപ്പുകൾ കൊണ്ടുപോയി കൊടുത്തിട്ട് ലക്ഷക്കണക്കിനല്ല ആ സമൂഹത്തെ മുഴുവനും വംശനാശം ചെയ്യിപ്പിക്കാവുന്ന വിധത്തിലുള്ള ശക്തമായ ഒരു കൂട്ടവംശഹത്യക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് അന്നത്തെ യൂറോപ്പിൽ നിന്ന് ചെന്ന പ്രബോധകരായ ക്രൈസ്തവ മിഷണറിമാർ. നമ്മളിത് പറയാതെ പോകുന്നത് അതൊക്കെ സമൂഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഇന്നലകളിലെ വളരെ കറുത്ത അധ്യായങ്ങളായി അതവിടെ തന്നെ നിൽക്കട്ടെ എന്ന കൃത്യമായ ബോധമുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വിഷയത്തിലൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ,
നിങ്ങൾ അമാലേക്കുമായി യുദ്ധം ചെയ്യാൻ പോകണം. എന്താ പറഞ്ഞത്? കഴിഞ്ഞ ഒക്ടോബർ 7-നാണ് അങ്ങനെ ആ പ്രസ്താവന വീണ്ടും ലോകത്തിൻ്റെ മുമ്പിൽ വന്നത്. ആരാ പറഞ്ഞത്? ബെഞ്ചമിൻ നെതന്യാഹു. ഏതാ ഉദ്ധരണി? ഓൾഡ് ടെസ്റ്റാമെൻറ്റിൻ്റെ സാമുവേൽ അധ്യായത്തിൽ നിന്നാണ്. എന്താ ഉദ്ധരണിയുടെ പ്രത്യേക അർത്ഥം? നിങ്ങൾ അമാലേക്കുമായി യുദ്ധം ചെയ്യാൻ പോകണം, അവരെ മുഴുക്കെ നശിപ്പിക്കണം. അങ്ങനെ പറയുന്നത് യുദ്ധത്തിൻ്റെ ഒരവസ്ഥയിൽ സ്വാഭാവികമാണെന്ന് പറയാം. പക്ഷെ പറഞ്ഞത് അതുമാത്രമല്ല, യുദ്ധപടയാളികളായി വന്നു നിൽക്കുന്നവരെ നിങ്ങൾ നശിപ്പിക്കണമെന്ന് പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട സ്വാഭാവിക രീതിയാണെന്ന് പറയാം. അങ്ങനെയല്ല അത് പറഞ്ഞത് എങ്ങനെയാണ്? പറഞ്ഞത് ഇങ്ങനെയാണ്: ഡു നോട്ട് സ്പെയർ ദം, പുട്ട് ടു ഡെത്ത് മെൻ ആൻഡ് വിമൻ. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൊല്ലണം. അവിടെ നിർത്തിയില്ല, ഇങ്ങനെയും കൂടി പറഞ്ഞു: ചിൽഡ്രൻ ആൻഡ് ഇൻഫൻസ്, കുട്ടികളെ കൊല്ലണം, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലണം. അവിടെയുള്ള സകല ജന്തുജാലങ്ങളെയും കൊല്ലണം. ഡോങ്കീസ്, ഷീപ്സ്, ആട്ടുംകുട്ടങ്ങളെയും സകല ജന്തുക്കളെയും കൊന്നുകളയണം. അവിടെയാണ് ഒരു മനുഷ്യൻ സ്ത്രീ കൊല്ലപ്പെട്ടതിൻ്റെ മുമ്പിലിരുന്ന് വിതുമ്പുമ്പോൾ, ഒരു കുഞ്ഞു കൊല്ലപ്പെട്ടതിൻ്റെ മുമ്പിലിരുന്ന് വിതുമ്പുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അത് ശത്രുപക്ഷത്തുള്ള കുട്ടികളല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അലം മൻഹക്കും മൻ ഖത്ലിൻ നിസാഇ വസ്സുബിയാൻ, കൊച്ചുമക്കളെയും സ്ത്രീകളെയും കൊല ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചിട്ട് പൊട്ടിക്കരയുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധത്തിനൊരു മാനവികതയുണ്ടെന്ന് പഠിപ്പിക്കാം. യുദ്ധത്തിന് മാനവികതയുണ്ട്. ആ യുദ്ധത്തിൻ്റെ മാനവികത എന്താണ്? യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ, അനിവാര്യമായി ചെയ്യുമ്പോഴും പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് പറഞ്ഞത്. യുദ്ധം എന്ന് പറയുന്നതിനെ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. അതിനു മുമ്പൊക്കെ പറഞ്ഞത് എന്താ? മക്കയിലെ ജീവിതകാലം മുഴുക്കെ പറഞ്ഞു, ഫസ്ഫഹ് ലഹും, നബിയെ അവർക്ക് പുറത്തു കൊടുക്കൂ, വിട്ടുകളയൂ. അവരുടെ അതിക്രമങ്ങൾ, അവരുടെ ഭീകരമായിട്ടുള്ള പീഡനങ്ങൾ, ആ പീഡനങ്ങളെ മുഴുവനും നബിയെ അങ്ങവർക്ക് അവഗണിച്ചു കളയൂ. ത്വായിഫിൻ്റെ മലമടക്കുകളിൽ ഭീകരമായിരുന്നു പീഡനം. ഒരു സമയം ആകാശം പോലും കരഞ്ഞു. അഷ്റഫുൽ ഖൽഖിനോട് ജിബ്രീൽ വന്ന് ചോദിച്ചു, അലൈഹിസ്സലാം, അങ്ങൊന്ന് സമ്മതിച്ചാൽ മാത്രം മതിയാകും. ഈ മലമടക്കുകളിലെ ഭീകരമായ പർവ്വതങ്ങൾ വേണമെങ്കിൽ ഇവർക്കു മേൽ പതിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ട്. പക്ഷെ ഒറ്റ കാര്യം, റഹ്മത്തുല്ലിൽ ആലമീനായ അള്ളാഹുവിൻ്റെ റസൂൽ, അങ്ങയുടെ തീരുമാനമാണ് അള്ളാഹുവിന് അറിയേണ്ടത്. അപ്പോഴും പറഞ്ഞു, ഇവരെന്നെ മർദ്ദിച്ചു എന്നത് ശരിയാണ്. നിലത്തു നിൽക്കാൻ പോലും കഴിയാത്ത വിധം, ഒന്ന് എഴുന്നേറ്റു നിൽക്കാൻ പോലും കഴിയാത്ത വിധം ഭീകരമായി മർദ്ദിച്ചിട്ട് തളർന്ന് ഇരുന്നു പോയി എന്നത് ശരിയാണ്. ഓരോ ശരീരത്തിൻ്റെ രോമകൂപങ്ങളിൽ നിന്ന് പോലും എന്ന പോലെ രക്തം വാരുന്ന വിധം തൻ്റെ മകളുടെ അടുക്കൽ പോയി നിൽക്കുന്ന കഥ വള്ളത്തോൾ നാരായണ മേനോൻ തന്നെ പറഞ്ഞതാണ്. മാലാർന്ന് കേഴും മകളെ തലോടി കൊണ്ടാശ്വസിപ്പിച്ചു സുശാന്തശീലൻ. ആ കാഴ്ച കണ്ടിട്ട് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരയുമ്പോൾ, അഷ്റഫുൽ ഖൽഖിനെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളമെടുത്തിങ്ങനെ ഒഴിക്കുമ്പോൾ പകർന്ന കുംഭോദകത്തോടു കൂടെ താതൻ്റെ ഗാത്രത്തിൽ ആപതിച്ചു കുമാരിയാൽ തൻ ചുടുകണ്ണുനീരും പരിശുദ്ധ റസൂലിൻ്റെ വിശുദ്ധ മേനിയിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മകളുടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്ന രംഗമാണ്. അവിടുത്തെ ചുടുചോര ഇങ്ങനെ കിനിയുന്നത് കണ്ടപ്പോൾ സഹിക്കാനാവാതെ മകൾ കരയുന്ന രംഗം വള്ളത്തോൾ പറയുന്നുണ്ട്. ആ ഭീകരമർദ്ദനങ്ങളുടെ ഇടയിലാണ് ചോദ്യം. ജിബ്രീൽ, സയ്യിദുന ജിബ്രീൽ, നബിയെ അങ്ങ് അനുവദിച്ചാൽ ഈ മലമടക്കുകൾ അങ്ങയുടെ ശത്രുക്കളുടെ മേൽ പതിപ്പിക്കാൻ അള്ളാഹുവിന് തീരുമാനമുണ്ടെന്ന് പറയുമ്പോൾ, ജിബ്രീൽ, ഈ മനുഷ്യർക്കിടയിൽ നിന്നും സത്യത്തിൻ്റെ ഈ പന്താവിനെ അനുസരിക്കാൻ, ഈ പതാക എന്താൻ, ഈ മതത്തെ പുൽകാൻ, ഈ സന്മാർഗം ഏറ്റെടുക്കാൻ തയ്യാറാകാവുന്ന തലമുറകളിലേക്ക് ഇനിയും വരില്ല ജിബ്രീൽ, എന്തിന് ഇവരെ നശിപ്പിക്കണം എന്ന് ചോദിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. അതുകൊണ്ടാണ് മക്കയിലെ എല്ലാ പീഡനങ്ങൾക്കും ശേഷം വന്ന് മദീനയിൽ വന്നു. മദീനയിൽ വരുന്നത് തന്നെ എങ്ങനെയാണ്? മദീനയിലെ കുറച്ചു പേർ വന്നു അള്ളാഹുവിൻ്റെ റസൂലിനോട് കരാറ് ചെയ്യുകയാണ്, നബിയെ അങ്ങ് മദീനയിലെത്തിയാൽ അങ്ങക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരാം. ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും എങ്ങനെയാണോ ഞങ്ങൾ സംരക്ഷിക്കുന്നത് അതുപോലെ ഞങ്ങൾ അങ്ങയുടെ കുടുംബത്തെ, അങ്ങയുടെ സഹോദരന്മാരെ, അങ്ങയുടെ പ്രിയപ്പെട്ട അനുയായികളെ സംരക്ഷിക്കാം.
ആ കരാറ് പാലിച്ചിട്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ യസ്രിബിലേക്ക്, മദീനയിലേക്ക് പോകുന്നത്. ഞാൻ ആ ചരിത്രമല്ല വിശദീകരിക്കുന്നത്. മദീനയിലെത്തി. മദീനയിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഭദ്രമായ ഒരു സംസ്ഥാപനം, ഒരു രാഷ്ട്രസ്ഥാപനം ഉണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ശത്രുക്കൾ ഒരു കാര്യം മനസ്സിലാക്കി, അത് നമുക്ക് അപകടം ചെയ്യുമെന്നതുകൊണ്ട് അവർ കിട്ടിയ സമ്പത്തും മുസ്ലിങ്ങൾ തന്നെ ഉപേക്ഷിച്ചു പോയ സമ്പത്ത് കൊണ്ടും കച്ചവടം ചെയ്ത് മദീന എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ അവസാനിപ്പിച്ചു കളയാൻ തീരുമാനമെടുക്കുന്നുണ്ട്. ആ തീരുമാനത്തെ ഒരു നേതാവ് എങ്ങനെ കാണണം? അപ്പോഴും ആ നേതാവ് ആ കച്ചവട സംഘത്തിൽ നിന്ന് ആ സ്വത്ത് പിടിച്ചെടുക്കാൻ മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രം പോയി. നിങ്ങൾ ആക്രമിക്കാതെ തിരിച്ചു പോകും പറയാൻ വേണ്ടി പോയി. പക്ഷേ ബദറിൽ ചെല്ലുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയത് ശത്രുക്കൾ എല്ലാത്തരം സജ്ജീകരണങ്ങളോടെ സായുധ സജ്ജരായി 1000-ഓളം വരുന്നവർ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ഇരമ്പി വരുന്ന കാഴ്ചയെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ സയ്യിദുനാ ജിബ്രീൽ അവതരിപ്പിച്ചു. അപ്പോഴാണ് യുദ്ധത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ടാണ് ഒന്നും കൂടി കാര്യമായിരിക്കും, ഒന്നുകൂടി ഒന്ന് സഹകരിക്കും. തസഫഹു, നിങ്ങൾ ഒന്നുകൂടി ശരിക്കും ഇങ്ങോട്ട് കാര്യമായിരിക്കും. കുറച്ചുകൂടെ ഇങ്ങോട്ട് ഒന്നനങ്ങിക്കോളെ. കാരണം അവിടെ നമ്മുടെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ സഹോദരന്മാർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചൂടുകാലല്ലേ, എല്ലാവർക്കും ഒന്നുകൊണ്ട് കയറാൻ തന്നെ സൗകര്യം കൊടുക്കൂ. പരമാവധി കയറിയിരിക്കും, ബുദ്ധിമുട്ടാകണ്ട. അള്ളാഹു അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായി തരും. കാരണം ഈ റമദാനല്ലേ, നോമ്പുകാലത്തെ നമ്മുടെ സഹോദരന്മാർക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കും. ഒന്നും ബുദ്ധിമുട്ടിയാലും ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് നടത്തിയ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബാക്കളെ, നമ്മളൊരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെ ആ യുദ്ധത്തെ അഭിമുഖീകരിക്കണമെന്ന് പറയുമ്പോഴാണ് അത്ഭുതകരമായിട്ടുള്ള വർത്തമാനമാണ് മഹാന്മാരായ സ്വഹാബാക്കളുടെ ഭാഗത്തു നിന്ന് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പറയാൻ, നബിയെ, പണ്ട് പലസ്തീനിലേക്ക് ചെക്കാറാൻ വേണ്ടി ശ്രമിക്കുന്ന മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളെയും ഞാൻ നേരത്തെ പറഞ്ഞ സന്ദർഭം പോലും അതാണ്. നിങ്ങൾ അമാലേക്കുമായി യുദ്ധം ചെയ്യുമ്പോൾ അവരെ കൊന്നോളുക എന്ന് പറയുന്നത് അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാത്തില, അവരോട് യുദ്ധം ചെയ്യാൻ പൊക്കോളൂ. പിന്നെ മൂസയുടെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ എന്ന് അവിടെയുള്ള അനുയായികളായൊരു വിഭാഗം ആളുകൾ പറയുന്ന കഥ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാത്തില, മൂസയുടെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾക്ക് ആ പണിയില്ല. എല്ലാ അനുഗ്രഹവും കൊടുത്തവരായിരുന്നു അവർ. മരുഭൂമിയിൽ എല്ലാം കൊടുത്തവരാണ്. മഞ്ഞ് സൽവ കൊടുക്കപ്പെട്ടവരാണ്. ഒരു വലിയ മോചനം, അതായത് ഫറോവയിൽ നിന്ന് പറയുന്ന ഭീകരനായ ഒരു രാഷ്ട്രഭരണാധികാരിയുടെ സകലമാന ഭീകര മർദ്ദനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തപ്പെട്ടിട്ടാണ് അങ്ങനെ പോരുകയാണ് പലസ്തീനിലേക്ക്. അങ്ങനെ പോരുമ്പോഴാണ് എന്നിട്ടാണ് ജനത പറഞ്ഞത്, ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാത്തില, പോയി യുദ്ധം ചെയ്തോളൂ. ഇന്ന ഹാഹുന ഖായിദൂൻ, ഞങ്ങളിവിടെ ഇരിക്കാം. ആ സംഭവം ഓർപ്പിച്ചിട്ടാണ്, അത് ഓർമ്മപ്പെടുത്തിയിട്ടാണ് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയെ, അങ്ങനെ ഒരു സമൂഹം മൂസ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ നബിയെ, അങ്ങയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെയല്ല. ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാത്തില, നബിയെ, അങ്ങും അങ്ങയുടെ പ്രിയപ്പെട്ട അങ്ങും അങ്ങയുടെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല പറയാനുള്ളത്, ഇന്നാ മഅകും മുഖാത്തിലൂൻ, നബിയെ, അങ്ങയോടൊപ്പം ഞങ്ങളും യുദ്ധം ചെയ്യും, അങ്ങയോടൊപ്പം ഉണ്ടാകും ഞങ്ങൾ. മറ്റൊരു സഹാബി മഹാനായ സഅദ് റളിയല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പറഞ്ഞു, നബിയെ, എല്ലാവരും പറഞ്ഞല്ലോ, എല്ലാവരും പിന്തുണച്ചല്ലോ. സിദ്ദീഖ് പറഞ്ഞല്ലോ, നബിയെ, അങ്ങ് യുദ്ധം ചെയ്യാൻ, അങ്ങ് മുന്നോട്ട് പോകാൻ, എന്നിട്ടെന്തേ ആ മുഖം പ്രസന്നമാകാതെ പോകുന്നത്? ഫാറൂഖ് പറഞ്ഞല്ലോ, നബിയെ, അങ്ങയോട് മുന്നോട്ട് പോകാൻ, എന്തേ അങ്ങയുടെ മുഖം പ്രസന്നമാകാത്തത്? നബിയെ, വൈകഅന്നക തുരീദുനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെ, അതായത് അൻസാരികളായ സ്വഹാബാക്കളെ അങ്ങ് ഉദ്ദേശിക്കുന്നുണ്ടോ? ഞങ്ങൾ അൻസാറുകൾ അങ്ങയോട് കരാർ ചെയ്തിരുന്നത് അങ്ങ് ഓർത്തുപോകാണോ? എന്താണ് കരാർ? മദീനയുടെ മതിൽക്കെട്ടുകൾക്കുള്ളിലെങ്ങാനും അങ്ങ്, നബിയെ, അങ്ങക്കെതിരായി ഏതെങ്കിലും ശത്രു ആക്രമിക്കാൻ വന്നാൽ
ആ ശത്രുവിനു നേരെ ഞങ്ങൾ പ്രതിരോധം തീർക്കാമെന്ന് മഹാന്മാരായ സ്വഹാബാക്കൽ, അൻസാരി സ്വഹാബാക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് കരാർ ചെയ്തിരുന്നു. ആ കരാർ ഓർമ്മപ്പെടുത്തിയിട്ടാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങനെ ഒരു ഓർമ്മയിലേക്കെങ്ങാനും അങ്ങ് വഴുതി വീണോ? കാരണം മദീനയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയാണ് ബദർ. അവിടെ വച്ചാണ് നടക്കേണ്ടത്. മദീനക്ക് പുറത്താണ്. മദീനക്ക് പുറത്തുള്ള ഒരു യുദ്ധത്തിന് ഞങ്ങൾ സജ്ജരല്ലെന്നെങ്ങാനും ഞങ്ങളെങ്ങാനും പറഞ്ഞേക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ നബിയെ? ഞങ്ങളാണ് കൂടുതൽ. കാരണം അൻസാറുകളാണ് ഏകദേശം 313-ൽ 240ഓളം അൻസാറുകളാണ്. അൻസാരി സ്വഹാബാക്കളാണ് കൂടുതൽ. അറിയണം, ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അങ്ങനെ ഒന്നുണ്ട്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ അങ്ങ് യുദ്ധം ചെയ്തോളൂ എന്ന് പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും മിണ്ടാതെ നിന്നത്. അതുകൊണ്ടാണ് ഫാറൂഖ്, ധീരനായ ഫാറൂഖ്, ആ ഫാറൂഖ് നബിയെ അങ്ങ് യുദ്ധം ചെയ്യൂ ഞങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഒന്നും മിണ്ടാതെ അള്ളാഹുവിൻ്റെ റസൂൽ നിന്നുപോയത്. അതുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, കഅന്നക തുരീദുനാ യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് ഞങ്ങളെ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞങ്ങളുടെ കരാറിനെ ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ മദീനയിൽ മാത്രമാണ് അങ്ങയെ സഹായിക്കൂ എന്നെങ്ങാനും ചെയ്തു പോയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞേക്കുമെന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? എങ്കിൽ പറയട്ടെ നബിയെ, ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, അങ്ങേ ഈ സത്യസന്ദേശവുമായി അയച്ച പടച്ച തമ്പുരാൻ തന്നെ സത്യം. ലവിസ്തഅറൽത ബിനാ ഹാദൽ ബഹർ, ആ കടൽ, ആഴമുള്ള കടലിലേക്ക് അങ്ങ് പോകാനാണ് തയ്യാറാകുന്നതെങ്കിൽ ഫഖുൽത, അങ്ങ് അങ്ങോട്ട് പൊക്കോളൂ, ആ ആഴിയിലേക്ക് ഊളിയിട്ടോളൂ. ലഖുൽനാ മഅക്, ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടാകും. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ പോലും പിന്തിരിയുമെന്ന് തീരുമാനിക്കുന്നില്ല. വമാ നക്റഹു അൻ തൽഖാ ബിനാ അദുവനാ ഗദൻ, നാളെ വരുന്ന ആർത്തുല്ലസിച്ച് കൊടുങ്കാറ്റ് പോലെ വരുന്ന ശത്രുവിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും അവരോട് പോരടിക്കാനും ഞങ്ങൾ മാറി നിൽക്കുമെന്നൊരിക്കലും നബി അങ്ങ് വിചാരിച്ചു പോകരുത്. ഞങ്ങളിതെല്ലാം ഓർത്തുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ കൂടെ നിന്നത്. അതുകൊണ്ട് റസൂൽ അങ്ങയോടൊപ്പം നിന്നുകൊണ്ട് ഈ മഹായുദ്ധത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങ് സന്തോഷിച്ചോളൂ റസൂൽ, അങ്ങ് മുന്നോട്ട് പോയിക്കോളൂ നബിയെ, ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടാകും എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറയുമ്പോഴാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ കാർമേഘം കൂടുകൂട്ടിയതുപോലെ പരിശുദ്ധ റസൂലിൻ്റെ മുഖം അങ്ങനെ കറുത്തു നിന്നിരുന്നു എന്ന്, അഥവാ വിഷാദം കൊണ്ട് കറുത്തു പോയിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ ആ ചരിത്രം പറഞ്ഞു തരുന്നു. അതേസമയം പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തുഷ്ടനായി അവിടുന്ന് 2 കൈകളും ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ കരാർ ഇപ്പോൾ ചോദിക്കുകയാണ്. ഈ സമയം ഈ ചെറു സംഘം, ഈ കൊച്ചു സംഘം, കേവലം 313ഓളം വരുന്ന ഈ സംഘം, കയ്യിലാകപ്പാടെ 1-2 വാളുകൾ മാത്രം കയ്യിൽ പിടിച്ചു വന്നിട്ടുള്ള സംഘം, 70 ഒട്ടകങ്ങളും 2 കുതിരകളും മാത്രമായി വന്ന സംഘം, ഈ പരിമിതമായ സൗകര്യങ്ങളോട് കൂടെ വന്ന് ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന നോമ്പുകാരായിട്ടുള്ള ഈ ചെറു സംഘം, ഈ സംഘത്തെ മുഴുക്കെ നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ഒരൊറ്റ കുഞ്ഞുമില്ലാത്ത വിധം നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇൻ തശഅ ലം തുഅബദു ബഅദൽ യൗം, നീ ഉദ്ദേശിച്ചാൽ പിന്നെ ഈ പരിശുദ്ധമായ ബദറിൻ്റെ രണാങ്കളത്തിൽ നിന്നൊരു കുഞ്ഞും ശേഷിച്ചു പോകൂല. ഞങ്ങളിവിടെ തന്നെ തീയും. ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ പോരാട്ടത്തിൻ്റെ ഈ പോർഭൂമിയിൽ നിന്ന് പിന്നോട്ട് കാലുവെക്കാനല്ല, മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. വല്ലാത്ത അത്ഭുതം അവിടെ കണ്ടത്, മുഴുവൻ അത്ഭുതമാണ്. വിശദീകരിക്കണമെങ്കിൽ വലിയ സമയം വേണ്ടിവരും, ഞാനതിങ്ങനെ ചുരുക്കി പറയാൻ. വല്ലാത്ത അത്ഭുതമാണ് അവിടെ കണ്ടത്. 2 പേര് വന്ന് നിൽക്കുന്നുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ 2 പക്ഷത്ത് അണി ശരിയാക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പർവ്വതം പോലെ നിൽക്കുന്ന വലിയ യുദ്ധഭടൻ. അപ്പോൾ നോക്കുമ്പോൾ 2 ഭാഗത്ത് നിൽക്കുന്നവർ, ഒരാൾ 16 വയസ്സ്, മറ്റേയാളും 16 വയസ്സ്. അപ്പോൾ മനസ്സിങ്ങനെ വിചാരിച്ചു പോയി, കാലൊക്കെ പൊക്കി വെച്ച് എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം കിട്ടി ബദറിലേക്കൊന്ന് ചെല്ലാൻ വേണ്ടി ആലോചിച്ച്, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുവാദം കിട്ടപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. 2 യൗവനങ്ങൾ, 2 കുമാരന്മാർ. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അറിയാതെ വിചാരിച്ചു പോയി റളിയല്ലാഹു അൻഹു, ഈ യുദ്ധത്തിൻ്റെ മുന്നണിയിൽ എൻ്റെ 2 പക്ഷത്ത് നിൽക്കുന്നവർ 2 കുമാരന്മാരാണ്, പരിചയമില്ലാത്തവർ. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ അത്ഭുതപ്പെടുത്തിയിട്ട് ഒരു കുട്ടിയുടെ ചോദ്യം വന്നു. സാധാരണ അറബികൾ വിളിക്കുന്ന ഒരു രീതിയാണ് അമ്മി, പിതൃവ്യ. നമ്മൾ സാധാരണ അങ്കിൾ എന്ന് വിളിക്കണ പോലെ വിളിച്ചിട്ട് ചോദിക്കാൻ, ആരാണ് ഈ അബൂജഹൽ? അയാളെ കാണിച്ചു തരുമോ?
അയാളെ കാണിച്ചു വന്നാൽ നീ എന്തു ചെയ്യാനാണ്? അയാൾ വലിയ യുദ്ധവീരനാണ്. പർവ്വത സമാനമായി നിൽക്കുന്ന അത്ര വലിയ ശരീരമുള്ള ഒരൊട്ടകത്തിൻ്റെ തോല് ചവിട്ടിപ്പിടിച്ചാൽ മറ്റുള്ളവർ മുഴുക്ക കൂടി പിടിച്ചിട്ട് അങ്ങനെ പറഞ്ഞു പോകല്ലാതെ കാല് അവിടെ നിന്ന് തെന്നാതെ പിടിക്കാൻ മാത്രം ശക്തനായ അതീവ ഘോരമായി യുദ്ധം ചെയ്യുന്ന ധീരനാണ് അബൂജഹൽ. ആ അബൂജഹലിനെ നിനക്ക് കിട്ടിയിട്ടെന്തു കാര്യം? ഒറ്റ കാര്യമുള്ളൂ, അഷ്റഫുൽ ഖൽഖിനെ ആക്ഷേപിച്ചുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂലിനെ ആക്ഷേപിച്ച ആ ശത്രുവിനെ കണ്ടാൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അയാൾ. എന്നിട്ടൊരു രഹസ്യം, ഒറ്റ രഹസ്യം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഞാൻ ഈ കാര്യം പറഞ്ഞു എന്ന് മറുഭാഗത്ത് നിൽക്കുന്ന എൻ്റെ സഹോദരൻ അറിയരുത്. അദ്ദേഹത്തിനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും, എന്നാലും അതറിയിക്കരുത്. എന്തൊരത്ഭുതമാണ്! കുറച്ചു കഴിയുമ്പോൾ അന്തിച്ചു നിൽക്കുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് മറുഭാഗത്തും കിട്ടിയ അതേ തൊണ്ട് തന്നെ. അയിന അബൂജഹൽ, എവിടെ അബൂജഹൽ? കാണിച്ചു തരൂ. എന്തിനാണ് നീ അത് കാണുന്നത്? അയാളെ കിട്ടിയിട്ട് എന്തു കാര്യം? അയാൾ വലിയ യുദ്ധവീരനാണ്. അതൊന്നും എനിക്ക് വിഷയമല്ല. എൻ്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആക്ഷേപിച്ച ഒരാൾ, അങ്ങനെ ആക്ഷേപിച്ച ആളാണ് യുദ്ധമുന്നണിയുടെ മുമ്പിലെങ്കിൽ ഞാനും അയാളും തമ്മിലാകും പോരാട്ടം എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആത്മഗതം ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ രണ്ടു പക്ഷത്തും നിൽക്കുന്നവർ ചില്ലറക്കാരല്ല. പുണ്യനബിക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായവർ, പുണ്യനബിക്ക് വേണ്ടി എല്ലാം കൊടുക്കാൻ തയ്യാറായവർ. തൻ്റെ പിതാവാണ് മറുഭാഗത്ത് നിൽക്കുന്നത്, മകനാണ് ഒരു ഭാഗത്ത്, സഹോദരനാണ് ഒരു ഭാഗത്ത്, പിതാവാണ് ഒരു ഭാഗത്ത്, ആ മകനാണ് മറുഭാഗത്ത്. അങ്ങനെയായിരുന്നു ആ യുദ്ധമുന്നണി തീർത്തത്. ആ യുദ്ധമുന്നണിയുടെ മുമ്പിൽ പോലും പക്ഷേ അവിടെയെല്ലാം ഏറ്റവും നല്ല മാനവികതയും കാണിച്ചു കൊടുത്തു പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യുദ്ധം അതിക്രമപരമായിരുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, വല തഅ്തദു, അതിക്രമം പാടില്ല. നിങ്ങൾ സ്ത്രീകളെ, നിങ്ങൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പോകുന്ന വഴിയിൽ അങ്ങനെ തന്നെ പറഞ്ഞു ദീൻ, അങ്ങനെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു. അങ്ങനെ ഒന്നാമത്തെ ഖലീഫ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യസീദ് ബിൻ മുആവിയയോട് അദ്ദേഹം സിറിയയിലേക്കും അതുപോലെ തന്നെ പിന്നെ യമനിലേക്കും ഒക്കെ പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ പോകുന്ന വഴിയിൽ ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട സന്യാസിമാർ നിശബ്ദമായി ആരാധനകൾ അർപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. അവിടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അവരുടെ ആരാധനാ സന്ദർഭങ്ങളെ ഭംഗം വരുത്തുന്ന വിധം ആ സമാധാന അന്തരീക്ഷത്തെ കെടുത്തിക്കളയരുത്. നിങ്ങൾ സ്ത്രീകളെ കൊല്ലരുത്, നിങ്ങൾ വൃദ്ധരുമായി യുദ്ധത്തിൽ ഏറ്റുമുട്ടരുത്, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരോട് യുദ്ധം ചെയ്യുക. വഖാത്തിലു ഫി സബീലില്ലാ അല്ലദീന യുഖാത്തിലൂനക്കും. എന്തൊരായത്താണ്! ഇതല്ലാത്ത മറ്റെന്താണ് നമുക്ക് ഖുർആനിൽ നിന്ന് കാണാനാവുക? സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, നിരന്തരം ഈ വേട്ടയാടലുകൾ നടത്തുമ്പോൾ സ്വയം ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി പറയാൻ, സ്വയം ആത്മവിശ്വാസം ചെയ്യാൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തുകളിലൊക്കെ തന്നെ എന്തൊരു മനോഹാരിതയിൽ. ഒരായത്ത് ഇങ്ങനെ തന്നെയാണ്, വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅലഹും ബിബഅൽ. ഒരു ജനതയോട് മറ്റൊരു ജനത കൊണ്ട് പ്രതിരോധം തീർക്കേണ്ടത് ആവശ്യമാണെങ്കിൽ അങ്ങനൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല എന്ന് വന്നാൽ, എന്നിട്ട് ഖുർആൻ പറയുന്നത് കേട്ട് ഞാൻ 1000 വട്ടം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം അതിങ്ങനെയാണ്, ലഹുദ്ദിമത്ത് സവാമിഉ വബിയഉം വസലവാതും വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കതീറ. അല്ലാഹു പറയാൻ, അവിടെ തകർക്കപ്പെടുന്നത് ആരാണെന്നോ? അവിടെ തകർക്കപ്പെടുന്നത് അന്യമതവിഭാഗങ്ങളിലെ ആചാര്യന്മാർ സമാധാനപൂർവ്വം ഇരിക്കുന്ന പർണശാലകൾ തകർക്കപ്പെടും. ഖുർആൻ പറയാൻ ലഹുദ്ദിമത്ത് സവാമി, തകർക്കപ്പെടാതിരിക്കാനാണ് ഖുർആൻ പറയുന്നത്. ലഹുദ്ദിമത്ത് സവാമി, സൗമിഅത്തുകൾ അഥവാ പർണശാലകൾ തകർക്കപ്പെടും. സവാമി പിന്നെ പറഞ്ഞത് എന്താ? പിന്നെ പറഞ്ഞത് സിനഗോഗുകൾ തകർക്കപ്പെടും. ഏതായി സിനഗോഗ്? ജൂത ദേവാലയം. ഒരു ജൂത ദേവാലയവും തകർക്കണമെന്ന് ഈ ദീൻ പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? സ്വലവാത്ത്, ചർച്ചുകൾ. ആ ചർച്ചുകൾ തകർക്കപ്പെടും. വ മസാജിദ്, മസ്ജിദുകൾ തകർക്കപ്പെടും. യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കതീറ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമം കൂടുതൽ പറയപ്പെടുന്ന മസ്ജിദുകളും തകർക്കപ്പെടുമെന്ന് പറയുകയാണ് പരിശുദ്ധ ഖുർആൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, സമാധാനമില്ലാതെ പോകുമ്പോൾ അസമാധാനത്തിൻ്റെ വിത്തുപാകപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ അവിടെ ഇപ്പറയപ്പെടുന്ന വിധം സാഹോദര്യവും മതമൈത്രിയും മതസൗഹാർദ്ദവും ഒക്കെ നിലനിൽക്കേണ്ട ഇടങ്ങളിൽ
അവിടെയുള്ള ചർച്ചും അവിടെയുള്ള സിനഗോഗും അവിടെയുള്ള പർണശാലയും അവിടെയുള്ള ക്ഷേത്രവുമെല്ലാം തകർക്കപ്പെടുക എന്ന് പറയുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ലെന്ന് പറയുകയാണ് യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ആയത്തിൽ പോലും. അതാണ് എവിടുന്നാണ് ഇസ്ലാമിനു നേരെ ആരോപണങ്ങളുമായി വരുന്നത്? ബദറിൻ്റെ രണാങ്കണം എന്ന് പറയുന്നത് സഹോദരന്മാരെ, അത് പൂർണ്ണമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വല്ലാത്തൊരു ഐക്യദാർഢ്യത്തിൻ്റെ ആത്മാർപ്പണത്തിൻ്റെ പേരാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ, അല്ലാഹു ബദറിൽ നിങ്ങളെ സഹായിച്ചു. വ അൻതും അതില്ല, നിങ്ങൾ നിസ്സാരന്മാരായിരുന്നു. 70 ഒട്ടകങ്ങൾ, 2-3 കുതിരകൾ, 3-4 പൊട്ടിയ വാളുകൾ, ഇത് കയ്യിൽ പിടിച്ചൊരു വിഭാഗം ആളുകൾ യുദ്ധം ചെയ്യാൻ പോകാൻ. മറുഭാഗത്ത് ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ, ആയിരക്കണക്കിന് സൈനികാംഗങ്ങൾ, സകല സായുധ സജ്ജതയും എല്ലാ വിഭവങ്ങളും ഭക്ഷണം എല്ലാം ഉള്ളവർ, അവരാണ് യുദ്ധത്തിനായി വരുന്നത്. ആ യുദ്ധത്തിൻ്റെ മുമ്പിലാണ് ഈ പട്ടിണിപ്പാവങ്ങൾ ചെന്നു നിൽക്കുന്നത്. 313ഓളം പേർ. അവരെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് അവരെ നിങ്ങളെ അള്ളാഹു സഹായിച്ചു എന്ന്. നിങ്ങൾക്ക് പോലും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വേണ്ട പോലെ തീരുമാനങ്ങൾ നേതാവ് പറയുന്നത് പോലെ കേൾക്കാതെ പോയപ്പോഴോ അള്ളാഹു പരീക്ഷിച്ചു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം റമദാനിൻ്റെ 1, 2, 3 ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ മക്കയിലും മദീനയിലുമായിരുന്നു. മദീനയിൽ ചെന്നപ്പോൾ ഉഹദിൽ സിയാറത്തിന് പോയപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് അവിടുത്തെ ജബലുർ റുമാത്തിലേക്കാണ്. ജബലുർ റുമാത്ത്, കുറേ അസ്ത്രവിദ്യാ വിശാരദന്മാരെ പുണ്യനബി നിർത്തിയിരുന്ന ജബലുർ റുമാത്ത്. മഹാനായ അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ആ സ്വഹാബാക്കളെ നിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കൽപ്പന വരുന്നത് വരെ യുദ്ധം ജയിച്ചാലും തോറ്റാലും പരാജയപ്പെട്ടാലും ജയിച്ചാലും ശരി, ഞാൻ പറയുന്നത് വരെ നിങ്ങൾ അവിടെ നിന്ന് അനങ്ങരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ യുദ്ധം ഇവിടെ ജയിക്കാൻ തുടങ്ങി, ശത്രുപക്ഷം ഓടാൻ തുടങ്ങി. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളിൽ ചിലരെങ്കിലും ഗനീമത്ത് മുതലുകൾ ശേഖരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഇവിടെ തർക്കായി. യുദ്ധം ജയിച്ചല്ലോ, ഇനിയും കാത്തിക്കണോ? അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹുവിനും 10 പേരും ഒഴിച്ച് ബാക്കി വരുന്ന 40ഓളം സംഘം താഴോട്ടിറങ്ങി. ആ ഇറങ്ങിയതോടുകൂടെ ശത്രുപക്ഷം, അന്ന് ഖാലിദ് ബിൻ വലീദ്, അന്ന് മുസ്ലിം പക്ഷത്തല്ല, പിന്നെ ഇസ്ലാമിൻ്റെ പടവാളായ സയ്യിദുന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിം പക്ഷത്തല്ലാതെ നിൽക്കുന്ന മഹാൻ, അന്ന് ശത്രുപക്ഷത്തെ ഏറ്റവും വലിയ യുദ്ധവീരനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു സമൂഹം മഹാരഥന്മാരായ സ്വഹാബാക്കളെ പിന്നിൽ നക്രമിച്ചപ്പോഴാണ് എന്തു ചെയ്യണമെന്നറിയാത്ത വിധം മുസ്ലിം സമൂഹം പെട്ടെന്ന് പരിഭ്രാന്തരായത്. ആ സന്ദർഭത്തെയും ഖുർആൻ പറഞ്ഞു, വലഖദ് സദഖക്കുമുല്ലാഹു വഅദ, അള്ളാഹു നിങ്ങളോട് ചെയ്ത കരാറൊക്കെ പാലിച്ചിരുന്നിട്ടോ, നിങ്ങളോട് ചെയ്ത കരാറ് പാലിച്ചിരുന്നു. നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളെ അള്ളാഹു വിജയിപ്പിച്ചു. ഹത്താ ഇദാ ഫശിൽതും, പക്ഷേ നിങ്ങൾ പെട്ടെന്ന് പരിഭ്രാന്തരായി. വതനാസഅതും ഫിൽ അംർ, നിങ്ങളെ ഏൽപ്പിച്ച നേതാവിൻ്റെ കൽപ്പനയെ കേൾക്കുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യസ്തരായി. ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരസ്പരം ചിന്നിയപ്പോൾ, ഛിദ്രതയുണ്ടായപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ പരീക്ഷിച്ചു. ഖുർആൻ പറയാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, ബദർ ഒരു വലിയ പാഠാണ്. ഏതാണ് ആ പാഠം? അചഞ്ചലമായ ഈമാനിക ബോധത്തിൻ്റെ പാഠം, ആത്മാർപ്പണത്തിൻ്റെ പാഠം. അഷ്റഫുൽ ഖൽക്കിനെതിരായി വന്നവൻ അതെത്ര വലിയ പർവ്വത സമാനനായ യുദ്ധവീരനാണെങ്കിലും ഈ ചെറുപ്പക്കാരായ ഞങ്ങളുടെ കൈകളാൽ അയാൾ കൊല്ലപ്പെടുമെന്ന് പറയുന്ന വിധം സ്നേഹം കൊണ്ടും പ്രണയം കൊണ്ടും മുഹമ്മദ് മുസ്തഫയിലേക്ക് ചേർന്നു നിന്ന സ്വഹാബത്തിൻ്റെ പാഠം. അതാണ് ബദറിൻ്റെ പാഠം. ബദർ വെറുതെ തക്ബീർ വിളിക്കാനുള്ളതല്ല. ബദർ ഓർക്കുമ്പോൾ ഇങ്ങനൊരു പാഠം ഓർക്കണം. മുഹമ്മദ് എന്ന പ്രണയത്തിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകലതിനെയും സമർപ്പിച്ചു പോയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ, കേവലം 313 പേർ, അവർ നടത്തിയ പോരാട്ടത്തിൻ്റെ ധീരമായ വിജയത്തിൻ്റെ പേരാണ് ബദർ. എന്നിട്ടും അവിടെയും മാനവികത. അവിടെ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവരെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാർ തന്നെ പറഞ്ഞു, വല്ലാത്ത മാനവികതയായിരുന്നു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സഹോദരൻ തന്നെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളുടെ സംഘത്തിൻ്റെ അടുക്കൽ വന്നിട്ട് സ്വഹാബാക്കളോട് പറയുന്നത് ഞാനപ്പോൾ കേട്ടു. പിന്നീട് അദ്ദേഹം മുസ്ലിമായ ആളാണ്, അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതെന്നോ? ഇസ്തൗസു ബിൽ ഉസാറ ഖൈറ, നിങ്ങൾ യുദ്ധത്തടവുകാരോട് നന്മ ചെയ്യണം എന്നായിരുന്നു റസൂലുള്ള. ഇന്നലെ പോലും നിങ്ങൾ ആലോചിക്കണം, പട്ടിണിയാണ്. അള്ളാഹുവേ, ആ സമൂഹത്തിന് നീ വെളിച്ചവും തുറവും കൊടുക്കണേ തമ്പുരാനെ. വെള്ളം പോലും കിട്ടാത്ത പട്ടിണിയിലിട്ട് നരകിപ്പിക്കുകയാണ് ഒരു ജനതയെ ഗസയിൽ.
അവരുടെ തടവുകാരോടും അങ്ങനെയാണ് പെരുമാറിയതെന്ന് നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ദൃക്സാക്ഷികളാണ്. തിരിച്ചുള്ള തടവുകാരോട് എങ്ങനെ പെരുമാറിയെന്നും ലോകം കണ്ടതാണ്. ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബാക്കളോട് പറയുന്നു, ഇസ്തൗസു ബിൽ ഉസാറ ഖൈറ, നിങ്ങൾ ഈ തടവ് പുള്ളികളോട് നന്മ ചെയ്യണേ. അപ്പോൾ ഈ മഹാനായ സ്വഹാബിയുടെ സഹോദരൻ മിസ്അബ് റളിയല്ലാഹുവിൻ്റെ സഹോദരൻ പറയാൻ, അവർ ഞങ്ങൾക്ക് ഗോതമ്പ് തന്നു, അവരുടെ കയ്യിൽ ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരുവേ ഉണ്ടായിരുന്നുള്ളൂ. അതവർ ചപ്പി അവരുടെ വിശപ്പും ദാഹവും മാറ്റുമ്പോൾ അവർ ഗോതമ്പ് കൊണ്ട് ഞങ്ങൾക്ക് കുഴച്ചുണ്ടാക്കിയ അപ്പങ്ങൾ ഉണ്ടാക്കി തന്നു, ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. ഞങ്ങൾ സുഭിക്ഷരായിരിക്കെ അവർ പട്ടിണിയിലായിരുന്നു. ആരാണ് പട്ടിണിയിൽ? ജയിച്ചവർ പട്ടിണിയിൽ, പരാജയപ്പെട്ടിട്ട് യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവർ സുഭിക്ഷർ. സുബ്ഹാനല്ലാഹ്, ഇതാണ് ദീൻ, ഇതാണ് ഈ മതം പഠിപ്പിച്ചത്. അത് ഞാൻ ഇങ്ങനെ ഇസ്ലാമിൻ്റെ ചരിത്രം മാത്രം പറയാണെന്ന് വിചാരിക്കണ്ട. വില്യം മൂർ, ആരായി വില്യം മൂർ എന്നോ? വലിയ പ്രഗത്ഭനായ ഒരു ഓറിയന്റലിസ്റ്റ് ചരിത്രകാരനാണ്. ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള വലിയ പണിയൊക്കെ നോക്കിയാളാണ്. പക്ഷെ അതേ വില്യം മൂർ പറയുന്നു, മുഹമ്മദിൻ്റെ കൽപ്പന വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, in Persians of Muhammad's commands, the citizens of Medina and such of the refugees as possessed houses received the prisoners. മദീനയിലെ അൻസാരികളും മുഹാജിറുകളും റസൂലുള്ളാഹിയുടെ കൽപ്പന കിട്ടിയപ്പോൾ ഈ തടവുകാരെ മുഴുവനും സ്വീകരിച്ചു. and treated them with much consideration. എന്നിട്ട് അവരോട് ഏറ്റവും നല്ല പരിഗണനയോടുകൂടെ തന്നെ പെരുമാറി. എന്നിട്ട് ആ യുദ്ധത്തടവുകാരിൽ നിന്ന് ഒരാൾ പറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ പറയാൻ, they made us ride while they themselves walked. ഞങ്ങൾ കുതിരപ്പുറത്തു കയറി യാത്ര ചെയ്തപ്പോൾ അവർ ഈ മണൽക്കാട്ടിലെ ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിൽ നഗ്നപാതരായി നടന്നു. സം ടൈം ആഫ്റ്റർവേർഡ്സ് their friends came to ransom them. ഞങ്ങളെ യുദ്ധത്തടവുകാരെന്ന നിലക്ക് മോചനദ്രവ്യവുമായി ഞങ്ങളുടെ സഹോദരന്മാർ വരുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം അവർ ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, they gave us wheaten bread. ഗോതമ്പിൻ്റെ ബ്രെഡ് ഞങ്ങൾക്ക് തന്നു ടു ഈറ്റ് when there was little of it. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ കയ്യിൽ. contenting themselves with the dates. ഞാൻ ഈ പറഞ്ഞത് വില്യം മൂറും പറയാൻ, കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴക്കുരു ചപ്പിത്തീർത്ത് വിശപ്പും ദാഹവും തീർക്കുമ്പോൾ യുദ്ധത്തടവുകാരന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന പുണ്യനബിയുടെ പരിശുദ്ധമായ വർത്തമാനം കേട്ടു ആ സ്വഹാബാക്കൾ. ഇവരാണ് ബദർ ഒരുക്കിയത്. അതുകൊണ്ട് സഹോദരന്മാരെ, ബദർ എന്നല്ല ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളെ ഒക്കെ പഠിക്കുമ്പോൾ അതിലൊരു ഉജ്ജ്വലമായ മാനവികതയുണ്ട്, ശക്തമായ നീതിബോധമുണ്ട്. അവിടെയെല്ലാം ഇത് കണ്ടു. ഇതേ റമദാനിൽ, ഇതുപോലൊരു റമദാനിലാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോഴും കണ്ടു. അവിടേക്ക് ചെല്ലുന്ന നേരത്ത് മക്കയിലെ പ്രാന്തങ്ങളിൽ ഒരു നായ അതിൻ്റെ കുഞ്ഞുങ്ങളെ തേടാൻ വേണ്ടി ഓടുന്ന കാഴ്ച കണ്ടപ്പോൾ ആ അമ്മക്ക് സമാധാനം കൊടുക്കാതെ നമുക്ക് പോകാൻ കഴിയില്ലല്ലോ മുന്നോട്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആ അമ്മക്ക് കാവൽ നിൽക്കൂ എന്ന് പറയുന്ന മാനവികതയുടെ ഉജ്ജ്വലമായ നാമധേയത്തിൻ്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കണം. ഞാൻ ഈ ആരോപണങ്ങൾ മുഴുവൻ അവജ്ഞയോടെ തള്ളിയിട്ട് പറയുന്നു, നിങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കൂ. ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ ചരിത്രത്തിലെ യുദ്ധങ്ങൾ പോലും നോക്കൂ. ആ യുദ്ധങ്ങളിൽ പോലും കാണാൻ കഴിയുന്നത് മനുഷ്യത്താണ്, മാനവികതയാണ്. അവസാനത്തെ കുരിശ് യുദ്ധം അവസാനിച്ചു തീരുമ്പോൾ അന്ന് മുസ്ലിം ലോകത്തിൻ്റെ പ്രഗത്ഭനായ നായകൻ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുല്ലാ കുരിശ് യോദ്ധാക്കളായിട്ടുള്ള സൈനികരോട്, നിങ്ങൾക്ക് ഞാൻ തരാം ചിലവ്, നിങ്ങളുടെ വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറയുന്ന നീതിബോധം, നിങ്ങളുടെ സ്ത്രീകളെ ഞാൻ ആക്രമിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന നീതിബോധം. രക്തഭംഗിലമായി നടന്ന ഒന്നാം കുരിശ് യുദ്ധകാലത്ത് മുസ്ലിങ്ങളുടെ രക്തത്താൽ ഞങ്ങളുടെ കുതിരകളുടെ കുളമ്പുകൾ നനഞ്ഞു നിൽക്കുന്നു എന്ന് പോപ്പ് അർബന് കത്തെഴുതേണ്ടി വരുന്ന കാലത്ത് നിന്ന് അതെല്ലാം ജയിച്ചു തീരുന്ന ഒരു സമയം തിരിച്ചു പ്രതികാരമെടുക്കുന്നതിന് പകരം സലാഹുദ്ദീൻ അയ്യൂബി ചെയ്തതെന്തെന്ന് ഇസ്ലാമിൻ്റെ ചരിത്രം മാത്രമല്ല, യൂറോപ്യൻ ചരിത്രകാരന്മാർ അത്ഭുതത്തോടെ എഴുതുന്നു. എന്തൊരു നീതിബോധമേ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുല്ലാ. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ ഈ രണ്ട്, ഞാൻ പറഞ്ഞില്ലേ, റമദാനിലെ ഈ പറയപ്പെടുന്ന യുദ്ധങ്ങളിലെല്ലാം തന്നെ കണ്ടത് ഈ മാനവികതയാണ്, മനുഷ്യത്വം. നമ്മൾ പഠിക്കേണ്ടതോ മുഹമ്മദ് മുസ്തഫയോട് ചേർന്നു നിൽക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനികമായ ബോധ്യവും അതിൻ്റെ ആവേശവും കൊണ്ട് ജയിച്ചതും അവർ ഉയർന്നതും അവർ ലോകത്തെ ജയിച്ചതും എല്ലാം നമുക്ക് ചരിത്രത്തിൽ പഠിക്കാൻ കഴിയുന്നു. അതിൻ്റെ ഒന്നാം പടിയാണ് ബദർ. 313 പേർ, വെറും 313 പേർ.
അവർ ലോകം ജയിച്ചു. പിന്നീട് നടന്ന ഓരോ യുദ്ധത്തിലും അങ്ങനെ തന്നെയാണ്. ലക്ഷക്കണക്കിന് വരുന്ന വലിയ സൈനിക സമൂഹം മറുഭാഗത്ത് നിൽക്കുമ്പോൾ 3000 പേർ ജയിച്ചു. എങ്ങനെയാണ് ജയിച്ചത്? ആത്മാർപ്പണം കൊണ്ട് ജയിച്ചു. ആത്മാർപ്പണം കൊണ്ട് ജയിച്ചു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു എല്ലാത്തരം ശത്രുതയിൽ നിന്നും എല്ലാ സമൂഹങ്ങളെയും അള്ളാഹു കാക്കട്ടെ. നമുക്ക് വേണ്ടത് സാഹോദര്യമാണ്, നമുക്ക് വേണ്ടത് സൗഹാർദ്ദമാണ്, നമുക്ക് വേണ്ടത് മതമൈത്രിയാണ്. നമ്മുടെ നാട്ടിന് വേണ്ടതും അതുതന്നെയാണ്. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഈ നാടിൻ്റെ സാമുദായിക മൈത്രി തകർക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഈ നാട് എല്ലാ മൈത്രി ബാന്ധവങ്ങളോടുകൂടെ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ആർക്കോ ചില രാഷ്ട്രീയമായിട്ടുള്ള ലാഭം കൊയ്യാൻ എന്തൊക്കെയോ പറയാൻ തീരുമാനിക്കുമ്പോൾ ഞാനത് അവധാനതയോടുകൂടെ തന്നെ പറയുന്നു, അതിനെ അവഗണിക്കുന്നു. പക്ഷേ എന്നാൽ ഇസ്ലാമിൻ്റെ ചരിത്രം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, നന്നായി പഠിക്കാനുണ്ട്. അതിൻ്റെ എല്ലാ കാലത്തെയും ചരിത്രത്തെ വേണമെങ്കിൽ ഒരു താരതമ്യ പഠനങ്ങളിലൂടെ തന്നെ നടത്താൻ സാധ്യമായാൽ വളരെ കൃത്യമായി ഇതിൻ്റെ മാനവികത മനസ്സിലാക്കാൻ സാധിക്കും. യുദ്ധം ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞില്ല, പക്ഷേ ആ യുദ്ധം മാനവികമായിരുന്നു, ആ യുദ്ധം ധാർമ്മികതയുടേതായിരുന്നു, ആ യുദ്ധം മനുഷ്യത്വത്തിൻ്റെ എല്ലാത്തരം വലിപ്പവും അതിൻ്റെ നീതിബോധവും കൃത്യമായി തന്നെ നടപ്പിലാക്കിയിട്ടായിരുന്നു. അതുകൊണ്ട് ആ യുദ്ധത്തിൻ്റെ ഒന്നാമത്തെ യുദ്ധം, ആ യുദ്ധത്തിലെ ഒന്നാമൻ, ആ യുദ്ധത്തിൽ പങ്കെടുത്തവർ പിന്നെ ഏതു വലിയ കുഴപ്പങ്ങൾ ചെയ്താലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി പുണ്യനബി തന്നെ പറഞ്ഞു, ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദർ, അഹ്ലുൽ ബദറിൻ്റെ മേൽ അള്ളാഹു വെളിവായ പോലെയാണ്, എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്താലും ഞാൻ പുറത്തു തരുമെന്ന് പറഞ്ഞ പോലെയാണെന്ന്. മറ്റൊരു സന്ദർഭത്തിൽ വലിയ അർത്ഥത്തിൽ ഒരു വലിയ പാതകം ചെയ്തു എന്ന് പറയാവുന്ന വിധം ഒരു സ്വഹാബിയെ പിടികൂടപ്പെടുമ്പോൾ, മഹാനായ അബൂബൽ തഅത്ത് എന്ന് പറയുന്ന സ്വഹാബിയെ പിടികൂടപ്പെടുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുപിതനായി ക്ഷോഭത്തോടെ അവനെ ഇങ്ങോട്ട് വിട്ടുതരൂ നബിയെ, ഞാൻ അയാളെ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇക്കാര്യം പറയുന്നുണ്ട്. ഈ ബദർ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരായ ബദ്രീങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ ഹബീബിനെ കാണാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ ഒരു തേട്ടത്തിനുള്ള ഒരു യോഗ്യതയും ഇല്ലെങ്കിലും ഹബീബിനെ കാണണം, അവിടുത്തെ പരിശുദ്ധരായ അനുയായികളെ കാണണം. അതിനായി നമുക്കിങ്ങനെ തന്നെ ദുആ ചെയ്യാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അസാസിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് സഹായം നൽകിയവരൊക്കെ ഉണ്ട്. ഇപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റിയാദിലും അതുപോലെ തന്നെ മക്കയിലുമെല്ലാം ചെല്ലുമ്പോൾ, മക്കയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷൗക്കത്ത് അദ്ദേഹത്തിൻ്റെ 10 കുട്ടികളെ ഏറ്റുകൊണ്ടാണ്, അതോടൊപ്പം തന്നെയുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർ, കുഞ്ഞുമോൻ കാക്കിയ സാഹിബ് ഉൾപ്പെടെ ഒരുപാട് പേർ, അർഹമുർ-റാഹിമീനായ റബ്ബ് അവരുടെ എല്ലാം സദുദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. അതുപോലെ തന്നെ റിയാദിൽ ചെല്ലുമ്പോഴും KMCCയുടെ പ്രവർത്തകർ, നമ്മുടെ പ്രവർത്തകർ, അവരെല്ലാം ഈ കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നു. റഹ്മാനായ റബ്ബ് എല്ലാവരെയും സ്വീകരിക്കട്ടെ. അതുപോലെ ഇവിടെ ഭക്ഷണം, കഴിഞ്ഞ ദിവസം ഭക്ഷണം തന്ന ബഹുമാനപ്പെട്ട സുബൈർ ഹാജി ഇവിടെ ഉണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ കച്ചവട കാര്യങ്ങളിലും അള്ളാഹു നല്ല ഐശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഹുൽ ഈ സമയങ്ങളിൽ പലപ്പോഴും ഇവിടേക്ക് ഭക്ഷണം, അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സംരംഭമാണ്, പക്ഷേ വളരെ വിശാലമായ അർത്ഥത്തിലേക്ക് വളർന്നു വരുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ വളർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ഷാഹുലും ഇതുപോലെ നമുക്ക് ഭക്ഷണം തന്ന് സഹായിക്കാറുണ്ട്. നോമ്പുതുറയിലേക്ക് അരി, പഞ്ചസാര, നാളികേരം, അരിപ്പൊടി, ചെറുനാരങ്ങ, ഈത്തപ്പഴം ഒക്കെ തന്ന ഒരുപാട് സഹോദരന്മാർ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരെയും സ്വീകരിക്കട്ടെ. നോമ്പിൻ്റെ ഫണ്ടിലേക്കും ഇനിയും സഹായം ആവശ്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാർ അതുകൂടി കണ്ട് അതിലേക്ക് നിങ്ങൾ സഹായം ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതുപോലെ പ്രധാനമാണ് CH സെൻറ്ററിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ബക്കറ്റിൽ നിങ്ങളുടെ സഹായഹസ്തം ഉണ്ടാകണം. കാരണം ഒരുപാട് രോഗികൾക്ക് പിന്നെ CH സെൻറ്റർ ഒരുപാട് വലിയ അത്താണിയായി മാറുന്നു. തിരുവനന്തപുരത്ത് അതുപോലെ പല സ്ഥലത്തും, ഇപ്പോൾ ഇവിടെ തൃശ്ശൂരും CH സെൻറ്റർ പണിത് കഴിയാറായി. അൽഹംദുലില്ലാ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. അഭ്യന്തനായ CH മുഹമ്മദ് ഖാൻ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. അമരമാകും വിധം ആ പേര് നിരന്തരം ഓർക്കപ്പെടുന്ന വിധം CH സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നിങ്ങളുടെ പ്രത്യേക സഹായം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഞാൻ വീണ്ടും പറയുന്നു, ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കയറിയിരിക്കണം. പരമാവധി നിങ്ങളൊന്നുകൂടി, ഞാനങ്ങനെ പറയുന്ന ഒരു ശല്യമായി കരുതരുത്, കാരണം അത്രയേറെ ആളുകൾ വരുന്നു എന്നതുകൊണ്ടാണ്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, സഫുകൾ നോക്കണം, ക്രമപ്പെടുത്തണം. ഒന്നുകൂടി പറയുന്നു, ഒന്നുകൂടി ഒന്ന് അനങ്ങിയിരുന്ന് നോക്കി, അപ്പോഴും ശരിയാവും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.